സുരേഷ് എല്ലാവരും ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയും CPM പറഞ്ഞത് BJPക്ക് ഇവിടെ ഒരു സീറ്റും കിട്ടില്ല, കൂട്ടും താക്കോലും അവരുടെ കയ്യിലാണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നേമത്തിന് ജനങ്ങളും ചാത്തന്നൂരിന് ജനങ്ങളും കൃത്യമായ ഒരു മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. 2 MLA-മാരാണ് ഈ നിയോജകമണ്ഡലത്തിൽ BJP-യെ NDA-ന്റെ MLA-മാരായിട്ട് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ ഞാൻ പാർട്ടി ആദ്യം മുതൽ പറഞ്ഞ ഈ ഇലക്ഷൻ ഒരു CPM ഇലക്ഷൻ ആയിരുന്നു. ഞാൻ 2025 മുതൽ ഈ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, എന്ത് കസറത്ത് ചെയ്താലും CPM ഈ ഇലക്ഷനിൽ ജയിക്കില്ല. കാരണം 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ മടുത്തു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു CPM ഇലക്ഷൻ ആയിരുന്നു. ഈ ഇലക്ഷൻ ഇന്ത്യ അലയൻസിന്റെ എതിരെയായിരുന്നു. അത് വെസ്റ്റ് ബംഗാളാണോ, തമിഴ്നാടാണോ, കേരളമാണോ, 3 സ്ഥലത്ത് NDA-ന്റെ എതിരെയാണ് ഒരു മാൻഡേറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അവസരം തന്നു, അത് സന്തോഷമുണ്ട്. ഞാൻ അതിനൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, നേമം ജനങ്ങളോട് ഞാൻ ഇവിടെ 2024 വന്നപ്പോൾ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും കിട്ടിയത് എനിക്ക് നേമത്തിന്റെ ജനങ്ങൾ അടുത്തുനിന്നായിരുന്നു. ഇന്ന് അവര് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് അവരെ സേവിക്കാൻ. ഞാൻ ഇന്നു മുതൽ നേമത്തിലെ ജനങ്ങളുടെ പ്രധാന സേവകനായി മാറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ 24 മണിക്കൂർ അധ്വാനിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുമാത്രമല്ല, ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ BJP NDA-ന്റെ എല്ലാ പ്രവർത്തകരും, എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒപ്പം അവർ അധ്വാനിച്ച് എൻ്റെ ഒപ്പം എന്നെ ജയിപ്പിക്കാൻ ഒരു കഠിന അധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും ഞാൻ, കൗൺസിലർമാരും മേയറും ഡെപ്യൂട്ടി മേയറും, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരുടെ ഒപ്പം ഇന്ന് നാടിനു വേണ്ടി, നേമത്തിനു വേണ്ടി, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ വാഗ്ദാനം തരുന്നു, ഉറപ്പു തരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അയ്യോ
ജീവനാഹുതി ചെയ്തവരെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ ഉയർത്തിയ കാവിപ്പൊൻകൊടി ഒരു മണി മുകളിൽ ഉയർത്തിക്കട്ടെ. ഇതാ വരുന്ന BJP, കേരളത്തിലെ BJP.